ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിൻസ് റോക്സ്. ആഫ്റ്റർ എ ലോങ് ജേണി ഞങ്ങൾ അബുദാബിയിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. അബുദാബിയിൽ എത്തിയതിൽ സന്തോഷമുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഞങ്ങൾക്കിവിടെ 8 മണിക്കൂർ ഞങ്ങൾക്കിവിടെ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഇനി ഞങ്ങൾക്ക് ഇനി അടുത്ത ഫ്ലൈറ്റ് ഞങ്ങളുടെ ഇവിടുന്ന് 8 മണിക്കൂറത്തെ ശേഷമാണ് ഞങ്ങൾക്ക് ഇനി കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് കേട്ടോ. ഈ വെയിറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങി ആ ഫ്ലൈറ്റിൽ തന്നെ ഞങ്ങൾക്ക് 6-6.5 മണിക്കൂറത്തെ യാത്ര. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വീണ്ടും 8 അവേഴ്സ് വെയിറ്റിങ്. പിന്നെ ഞങ്ങൾക്ക് വീണ്ടും അടുത്ത ഫ്ലൈറ്റിൽ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൽ ഏതാണ്ട് 4 മണിക്കൂർ. ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ ജർമ്മനിയിൽ നിന്ന് നാട്ടിൽ വരാൻ വേണ്ടിയിട്ട് ഇത്ര റിസ്ക് എടുത്താണ് നമ്മൾ ജർമ്മനിയിൽ നിന്ന് നാട്ടിൽ വരുന്നത് കേട്ടോ. ഇനി കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറുമ്പോഴാണ് നമുക്കൊരാശ്വാസം. ഇനി നാടെത്താൻ പോവുകയാണ് എന്നുള്ളൊരു ആശ്വാസം കേട്ടോ. ഇനി തിരിച്ചു പോകുമ്പോൾ ഇതിലും വലിയ വിഷമമായിരിക്കും തിരിച്ചു പോകുമ്പോൾ. അതൊക്കെ പോട്ടെ. ഇനി ഞങ്ങൾ പോകുന്നത് തെണ്ടലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഇവിടെ ഒരുപാട് ഷോറൂംസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ തെണ്ടാൻ വേണ്ടി ഇറങ്ങുകയാണിപ്പം കേട്ടോ. ഒരു ഉപ്പ് കഷ്ണം പോലും ഞങ്ങൾ വാങ്ങിച്ചില്ല. ഉപ്പിൻ്റെ കല്ല് അല്ലല്ല. ഇവിടുന്ന് നമ്മളിനിയും പോകുന്നത് ലോഞ്ചിലേക്കാണ്. ഫുഡ് കഴിക്കാനും റെസ്റ്റ് ചെയ്യാനും നമുക്കൊരു 3 മണിക്കൂർ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. ഈ ലോഞ്ച് എന്താണെന്ന് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. എല്ലാവർക്കും അറിയാം. ഈ ലോഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആണ് കേട്ടോ. ലോഞ്ച് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡോ, നാട്ടിലെ ക്രെഡിറ്റ് കാർഡോ, അല്ലെങ്കിൽ നമ്മൾക്ക് ഏത് കൺട്രിയിലാണ് നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ വേറെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവരാണെങ്കിൽ അവിടുത്തെ ക്രെഡിറ്റ് കാർഡ് വെച്ച് നമുക്ക് ഈ ലോഞ്ച് യൂസ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ ഫെഡറൽ ബാങ്കിൻ്റെ NREയുടെ കാർഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. NREയുടെ കാർഡുള്ളവർ നമുക്ക് ആ കാർഡും യൂസ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ നാട്ടിൽ പോകുന്ന ടൈമിലും വരുന്ന ടൈമിലും എല്ലാം ഞങ്ങൾ ഈ ലോഞ്ച് ആക്സസ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇത്രയും വെയിറ്റിംഗ് ഒക്കെ വരുമ്പോൾ നമുക്കിത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം ഇനി നിങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ അവിടെയുള്ള ബാങ്കുമായിട്ട് നിങ്ങളത് കോൺടാക്റ്റ് ചെയ്തിട്ട് ലോഞ്ച് ഇല്ലാത്തവർക്ക് അവരത് ലോഞ്ച് ആക്സസ് കാർഡ് ആക്കണം കേട്ടോ. കാരണം ഇത് വളരെ യൂസ്ഫുള്ളാണ് ഓരോരുത്തർക്കും കേട്ടോ. ഇത് അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ ക്യൂ നിൽക്കണം കേട്ടോ. ക്യൂ നിന്ന് വേണം നമ്മളിവിടെ ലോഞ്ച് ആക്സസ് യൂസ് ചെയ്യാൻ കേട്ടോ. നമുക്ക് ലോഞ്ച് ആക്സസ് ഉള്ള ഏത് കാർഡ് വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാം കേട്ടോ. ഈ ലോഞ്ച് ഏരിയയിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. കാരണം ബാറ്, മീറ്റിംഗ് റൂം, പിന്നെന്താ പ്രൈവറ്റ് റൂംസുകൾ, സ്മോക്കിംഗ് റൂംസുകൾ. ഇവിടെ ഒന്നും നമുക്ക് 1 രൂപ പോലും കൊടുക്കണ്ട കേട്ടോ. ബാറിലൊക്കെ കയറി എത്ര വേണമെങ്കിലും മദ്യപിക്കുന്നവർക്ക് മദ്യപിക്കാം, സ്മോക്ക് ചെയ്യുന്നവർക്ക് സ്മോക്ക് ചെയ്യാം. 1 രൂപ പോലും നമുക്കിവിടെ കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ. ഞങ്ങൾ ഈ ഫുഡ് കഴിച്ചതിന് ശേഷം പൊയ്ക്കൊണ്ടിരിക്കുന്നത് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ റെസ്റ്റ് എടുക്കുന്നിടത്ത് തന്നെയാണ് ഈ ലഞ്ച് ഏരിയയും വരുന്നത് കേട്ടോ.
ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 2.5 hours ഞങ്ങൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം നമുക്കൊരു ലഞ്ചും കൂടെ കഴിച്ച് ഇറങ്ങുമ്പോൾ കറക്റ്റ് 3 മണിക്കൂർ ആകും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ്. ലോഞ്ചിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിച്ച്, വിശാലമായ ലോഞ്ചിൽ നിന്ന് ലഞ്ച് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ അപ്പോഴത്തേക്കിന് ഞങ്ങളുടെ ഫ്ലൈറ്റ് വരാനുള്ള ടൈമായി കേട്ടോ. ഫ്ലൈറ്റ് വരാനുള്ള ടൈമായി, അവരുടെയും ഫ്ലൈറ്റ് വരാനുള്ള ടൈമായി. കാരണം ഞങ്ങൾ ഒരേ ടൈമിൽ 2 ഫ്ലൈറ്റിനാണ് പോകുന്നത്. കാരണം അവർ കോഴിക്കോടേക്കും ഞങ്ങൾ കൊച്ചിയിലേക്കുമാണ്. അങ്ങനെ ഞങ്ങൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നു കേട്ടോ. ഇനി ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം ഞങ്ങളിനി 4 മണിക്കൂറോടെ കഴിഞ്ഞാൽ ഞങ്ങൾ കൊച്ചി എത്തി. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റിൽ കയറുകയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ ഈ ഫ്ലൈറ്റിൽ കയറുമ്പം ഞങ്ങൾ രണ്ടുപേരും പിരിയുകയാണ് കേട്ടോ. കാരണം എൻ്റെ സീറ്റും ചേട്ടായിയുടെ സീറ്റും രണ്ടും രണ്ടാണ്. ചേട്ടായി ബാക്കിലും ഞാൻ ഫ്രണ്ടിലുമാണ്. കാരണം ചേട്ടായിക്ക് 27-ാം തീയതി ഉള്ളായിരുന്നല്ലോ ലീവ്. അന്നേരം അതിന് മുമ്പ് വരണ്ടെന്ന് വന്നല്ലോ. അന്നേരം ടിക്കറ്റ് വീണ്ടും ചേഞ്ച് ചെയ്ത്. അന്നേരം ചേഞ്ച് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് ടിക്കറ്റ് ഒരുമിച്ച് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ വേറെ സീറ്റിലും ചേട്ടായി വേറെ സീറ്റിലുമാണ്. ഇവിടെ എനിക്കൊരു അമ്മച്ചിയെ കിട്ടി കേട്ടോ. ആ അമ്മച്ചി അമേരിക്കയിൽ നിന്ന് വന്നതാണേ. ഈ അമ്മച്ചിയാണെങ്കിൽ ഈ അമ്മച്ചിയുടെ വിശേഷങ്ങളാണെങ്കിലുണ്ടല്ലോ, അമ്മച്ചി വാ തുറന്ന് കഴിഞ്ഞാൽ അടയ്ക്കില്ല കേട്ടോ. അതുപോലെ നല്ലൊരു അമ്മച്ചിയായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ആ ഒരു 4 മണിക്കൂർ ഞാൻ ഈ അമ്മച്ചിയോട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. സ്റ്റെയർ എല്ലാം സീറ്റിട്ട് അതൊരു വീടിന് പറ്റും. 7 ബാത്റൂം. അമ്മച്ചിയുടെ കഥകളും കാര്യങ്ങളും ഒന്നും ഇവിടെ തീരുന്നില്ല കേട്ടോ. അമ്മച്ചിയുടെ കഥകളും കാര്യങ്ങളും തുടർന്നു കൊണ്ടേയിരിക്കും കേട്ടോ. അമേരിക്കയിലാണേലും ഞങ്ങളുടെ ഏരിയയിലെ ഏറ്റവും കൊട്ടാരമുള്ള വീട് എൻ്റേത്. എൻ്റെ ഹസ്ബൻഡാണ്. അമ്മമാരാണേലും വഴക്ക് പറയും. ഞാൻ പറയാം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ആരും വിളിക്കും. ഇത്രയ്ക്ക് സ്നേഹമാണ്. മോളൊന്ന് വന്നു നോക്കണം. ഞാൻ എൻ്റെ ആരോടെങ്കിലും ഞാനങ്ങനെ കൂടുതലില്ല. ഞാനൊരു കൂട്ടുകാരൊന്നുമില്ല. ഒരാൾ വിളിച്ച് എൻ്റെ അപ്പൻ്റെ ഏട്ടനോടാണ് എനിക്ക് വേപ്പിച്ചാന്നാണ് വിളിക്കുന്നത്. ഇച്ചിരി വീട്ടിൽ വന്നാലും ഉണ്ണാനായിട്ട് ഇരിക്കുമ്പോൾ ലിസിയെന്ന് വിളിക്കും. ഞാൻ അപ്പുറത്തെ വീട്ടിലാണ്. ലിസിയെന്ന് വിളിക്കും. വിളിക്കുമ്പോൾ എന്താ വേപ്പിച്ച എന്ന് പറയും. അന്നേ കൊച്ചിനാണ് ആ പങ്ക് തരാതെ ഒരു ഉരുളെ വാരി 12 വയസ്സുള്ളപ്പോഴാണ് തരാതെ എൻ്റെ വേപ്പിച്ച കടിക്കുകയില്ല. നേരം വേപ്പിച്ച് പറയും എൻ്റെ ലിസി പോയ സങ്കടം നമ്മുടെ അപ്പനെക്കാട്ടി ശ്രദ്ധിക്കേണ്ട അപ്പൻ്റെ ഏട്ടനോടായിരുന്നു. എപ്പോഴാണേലും ഇത്രയ്ക്ക് നല്ലതാണ്. മരിച്ചുപോയി. അത് ഓർത്തിട്ടല്ലേ വിഷമം. ഈ അമ്മച്ചിയുടെ കഥകളും കാര്യങ്ങളും ഒന്നും ഇവിടെ തീരുന്നില്ല കേട്ടോ. ലാസ്റ്റ് ഈ അമ്മച്ചി എനിക്ക് എൻ്റെ നമ്പരും അമ്മച്ചി മേടിച്ചു. അങ്ങനെ അമ്മച്ചിയുടെ നമ്പരും എനിക്കും തന്നു കേട്ടോ. അമ്മച്ചിയുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രായമാവുന്നതിനനുസരിച്ച് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ആ ഒരു സ്വഭാവം ഞാൻ ഈ അമ്മച്ചിയിലാണ് കണ്ടത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മച്ചിയോട് സംസാരിച്ചിരുന്നപ്പോൾ ടൈം പോയത് അറിഞ്ഞില്ല കേട്ടോ. കൊച്ചി എത്തി കേട്ടോ. നമ്മുടെ നാടെത്തിയുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ? ആ സന്തോഷം ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ ഞങ്ങൾക്ക്.
അങ്ങനെ ഞങ്ങളുടെ കൊച്ചിയിലെത്തിയ സന്തോഷത്തിൽ അമ്മച്ചിയോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. കാരണം എൻ്റെ ഫാമിലിയെ ഞാൻ മീറ്റ് ചെയ്യാൻ പോവാണ് വളരെ നാളുകൾക്ക് ശേഷം. അപ്പോൾ ഇനിയും പുതിയ വീഡിയോകളുമായി പുതിയ നാട്ടുവിശേഷങ്ങളുമായി ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണുന്നിടം വരെയും ടാറ്റ ബൈ ബൈ.